ഭാര്യ ഭർത്താക്കന്മാരുടെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും സ്ത്രീക്കും പുരുഷനും സമമായ റെസ്പോൺസിബിലിറ്റിയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു തത്വം പറയുന്നത് ഈശ്വരൻ തന്നെ രണ്ട് ഭാഗമായിട്ടാണ് ഭാര്യയും ഭർത്താവിനെയും പകുതി പകുതി റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും ചേരുമ്പോഴാണ് അതൊരു കർത്തവ്യമായിട്ട് തീരുക. അതായത് ഒരു പ്രവൃത്തി എന്ന് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ സ്വതന്ത്ര ബുദ്ധിയിലല്ല ചെയ്യേണ്ടത്. ഭാര്യ അറിയാതെ ഭർത്താവ് ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ ഭർത്താവ് അറിയാതെ ഭാര്യയും ഒന്നും ചെയ്യരുത് എന്നാണ്. അപ്പൊ അതിൽ കാണിക്കുന്ന ആ ഒരു നിയമം എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലമുണ്ടാകുക എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതില് വലിയൊരു തത്വം അതില് വരുന്നുണ്ട്. അതായത് ഇപ്പൊ പരസ്പരം അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ ആണ് ഫലം തരിക എന്ന് പറയുമ്പോൾ അത് അതിസൂക്ഷ്മമാണ് അതിൻ്റെ നിർദ്ദേശം. അപ്പൊ പുണ്യവും പാപവും രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് ഫലം തരുന്നതായിട്ട് കണക്കാക്കണം. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ളവരെല്ലാം തന്നെ അവരവരുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റിയാൽ സുഗമമായി ഗൃഹസ്ഥാശ്രമം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമുക്ക് പരസ്പരം ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് എല്ലാ തലത്തിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശ്രയം ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടും നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ ധാർമ്മികമായിട്ടും നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച്, സനാതനധർമ്മത്തിലെന്നല്ല മറ്റു മതങ്ങളിലൊക്കെ തന്നെ ഈ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ധർമ്മങ്ങളെ, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിലും വളരെ എന്താ പറയുക, വിസ്തരിച്ച് തന്നെ ഒരു ശുദ്ധമായ രീതിയിൽ തന്നെ അവർ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ സനാതനധർമ്മം ഇതിൽ കുടുംബത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ധാർമ്മിക ജീവിതമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. അത് തന്നെ ഒരു പൂജയാണ്, അത് തന്നെ ഒരു സത്കർമ്മമാണ്. അതിൽ നല്ല സന്തതികളെ ഉത്പാദിപ്പിക്കുകയും ആ സന്തതികളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതും വളരെ ധർമ്മപരമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യപരമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മുടെ സനാതനധർമ്മം കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക, സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നല്ല സന്തതികളായിട്ട് വരണം. എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതാണത്. പക്ഷേ അങ്ങനെ വരണമെന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു ബോധം, സംസ്കാരം നമുക്ക് കുടുംബങ്ങളിൽ കൊടുക്കാൻ കഴിയണം. ആ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ അതിന് കുറ്റം പറയുക, കുട്ടികൾ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ വശത്ത് നിൽക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഈ ജനിച്ചത് നമ്മുടെ ഒപ്പമാണ്, ജനിച്ചു വളരുന്നത് നമ്മുടെ ഒപ്പം തന്നെയാണ്. ഒരു പ്രായം കഴിയുമ്പോഴാണ് കുട്ടികൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് വിദ്യാഭ്യാസത്തിനായും മറ്റും. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ കുട്ടികളുടെ സംസ്കാരത്തെ നമ്മുടെ ഒരു രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരാൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. കുട്ടികളോട് നന്നായിട്ട് ഇടപഴകാനും അവരോട് തുറന്ന് സംസാരിക്കാനും അച്ഛനമ്മമാർ സമയം കണ്ടെത്തണം. അതിൽ അച്ഛനും അമ്മയും സമമായി തന്നെ അതിൽ പെരുമാറണം, പ്രവർത്തിക്കണം. അപ്പോൾ ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പരസ്പരം റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരസ്പരം ആശയങ്ങൾ തുറന്ന് കൈമാറുമ്പോഴാണ്, പരസ്പര വിശ്വാസം തുറന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. ആ വിശ്വാസവും ആശയങ്ങൾ കൈമാറുകയും പരസ്പരം ബഹുമാനിക്കുകയും
രണ്ട് പേരും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്നേഹവും ബഹുമാനവും അതുപോലെ ആശയവിനിമയവും പരസ്പര ആഗ്രഹങ്ങൾ പറയുക, പരസ്പരം സമ്പാദിക്കുക, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ റിലേഷൻ ആ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അതിനാണ് നമ്മുടെ മനസ്സ് ഏകാന്തമായിട്ട് ഏകാഗ്രമായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നിത്യവും ഭഗവത് പ്രാർത്ഥനകൾ ചെയ്യുന്നത്. ഏത് മതത്തിലാണോ ഏത് കുടുംബത്തിലാണോ ഉള്ളത്, അവിടെയുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയും ഒരുമിച്ചിരുന്നുള്ള എന്താ പറയാ സ്തോത്രപാഠങ്ങളോ അല്ലെങ്കിൽ അത്തരങ്ങൾ കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ വളരെ നന്നാണ്. അതിന് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. എത്രയാണോ സമയം കണ്ടെത്താൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്, വെളിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, അതായത് മറ്റ് പ്രവൃത്തികൾ ചെയ്യാനും സമ്പാദിക്കാനും ഒക്കെ, അതുപോലെ തന്നെ ഇതും ആവശ്യമാണ് എന്ന് കണക്കാക്കി അതിനുവേണ്ടി ആ സമയം നമുക്ക് മാറ്റിവെക്കണം. ഇത് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് എന്ന ഒരു വശം അവിടെ ഉണ്ടാവണം. കാരണം ആ സർവേശ്വരനായിട്ടുള്ള സർവശക്തിവാനായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ എല്ലാം പിന്നിലുണ്ട്. അതിനെ നമ്മൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അത് നമ്മുടെ പിന്നിലുണ്ട്. അതിനെ സ്മരിക്കുന്നത്, അതാണ് നമ്മുടെ ശരിക്കും സൃഷ്ടിയുടെ സാരം. അതിനെ സ്മരിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും, റിലാക്സേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അപ്പൊ ആ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് തന്നെ. മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സമാധാനമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അതുപോലെ കർമ്മങ്ങൾ, നമുക്ക് നല്ലതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും സത്യസന്ധതയോടുകൂടി പെരുമാറാനും പരസ്പരം സ്നേഹമായിട്ടും ആദരവോടുകൂടിയും വ്യവഹാരങ്ങൾ ചെയ്യാനും ഒക്കെ ഈ ഭക്തി എന്ന ഭാവം സഹായിക്കും. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ശരിക്കും ഭക്തിയുടെ ഭാവം അറിഞ്ഞ് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് ഭക്തി ആവില്ല. എന്താണ് ഭക്തി, എന്തിനാണ് നമ്മൾ ഭക്തി ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് സാമാന്യമായിട്ടെങ്കിലും അറിഞ്ഞിട്ട് ആ ഭക്തിഭാവത്തിനും ഈശ്വരവിശ്വാസത്തിനും നമ്മൾ മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അതൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ്. അത് തുടരുക തന്നെ ചെയ്യണം. അതുപോലെ നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നാണ്. അതായത് ആ വ്യക്തിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചേർത്ത് വേണം ഒരു വ്യക്തിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഗുണങ്ങൾ മാത്രം കണ്ടാൽ കാര്യം നടക്കില്ല. അപ്പൊ ആ ഗുണങ്ങളും ഇതൊക്കെ അതിൽ വേണം. പിന്നെ ധനം ഒരു എന്താ പറയാ വസ്തുവായിട്ട്, ഒരു വൈകാരികമായ വസ്തുവായി മാറരുത്. ധനത്തിനോടുള്ള ആസക്തി ഒരു വൈകാരികമായ ആസക്തിയായി മാറരുത്. ധനം നമ്മുടെ ജീവിതത്തിന് ഉപയുക്തമായിട്ടുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു സംഗതിയാണ്. ആ സംഗതി നമുക്ക് വേണമെന്നുള്ളത് ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷേ അതായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റി നോക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിനെ അറിയുന്നൊരു മാനദണ്ഡം, ജീവിതത്തിൻ്റെ ഗുണമേന്മ അറിയുന്നൊരു മാനദണ്ഡം അതായിരിക്കരുത്. നമ്മുടെ ഇന്റേണൽ ആന്തരികമായിട്ടുള്ള എമോഷൻസ് ആണ് വാസ്തവത്തിൽ നമ്മളൊരു കുടുംബത്തെ ബൈൻഡിങ് ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹവും ആദരവും നിലനിർത്തി ഈ ഭഗവത് പ്രാപ്തി, ഭഗവത് ഭക്തിയും കുറച്ച് ആരാധനയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോയാൽ സുഗമമായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ചെയ്യാനും സുഗമമായിട്ട് മുന്നിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ദിവസവും കുറച്ച് പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഒന്നുമില്ലെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. സന്ധ്യാസമയങ്ങളിൽ, വിശേഷമായിട്ട് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വന്ന് ഒന്ന് ഫ്രഷായിട്ട് സന്ധ്യാസമയം കുറച്ചു നേരം, ഒരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ആ സന്ധ്യാസമയത്ത് ഒന്ന് ശാന്തമായി ഇരിക്കാൻ നോക്കുക. കാരണം ആ സമയത്ത് നമ്മൾ ടി വിയും മറ്റ് മൊബൈലും ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എത്ര വിവാദമുണ്ടെങ്കിലും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ച് സമയം നമ്മൾ ശാന്തമായിട്ടിരിക്കുക. രാവിലെയും കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. കാരണം ഒരുപാട് സമയം നമ്മൾ ഈ മൊബൈലിന് വേണ്ടി ഇതിനു വേണ്ടിയൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ കുറച്ചിട്ട്
കുറച്ചുകൂടി നമ്മൾ നന്നായിട്ട് ഉറങ്ങുകയും ആ കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് ഉണർന്ന് ഇങ്ങനെ ആ ജീവിതത്തിൽ ഒരു ചിട്ട തന്നെ വരുമ്പോൾ രാവിലെ ഉണർന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനോട് കൃതജ്ഞത പറയുകയാണ്. ഭഗവാനെ ഇതെല്ലാം ഭഗവാൻ എനിക്ക് തന്നു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും സഹായങ്ങൾ ചെയ്തു, ഇനിയും എനിക്ക് ഈ സഹായങ്ങളൊക്കെ വേണം. ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാൻ എൻ്റെ ജീവിതത്തെ ഈ രീതിയിൽ നയിക്കണം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാകണം എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ദിവസവും ചിന്തിച്ചാൽ, കാരണം നമ്മൾ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ് നമ്മൾ പല പ്രശ്നങ്ങൾക്കും കാരണം. പോസിറ്റീവായിട്ട് കിട്ടുന്ന ഫലത്തെ പോലും നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള ചിന്ത എല്ലാ വിഷയത്തിലും, ഒരു കാര്യം തുടങ്ങാൻ പോകുമ്പോഴും അത് പ്രവർത്തിക്കുമ്പോഴും ദിവസവും നമ്മൾ ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, ഈശ്വരനെ നിർത്തിക്കൊണ്ട്, ഈശ്വരനോട് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട്, നമ്മുടെ സുഹൃത്ത് ബന്ധുക്കളോട് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട്, ആ കൃതജ്ഞതാഭാവത്തോടു കൂടി നമ്മൾ മുന്നിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നമ്മുടെ റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ കുടുംബജീവിതത്തിലെ ഭാരം നമുക്ക് വളരെ ഒരു സൗമ്യമായ രീതിയിൽ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും.